അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടുണ്ട്. നമ്മളിതാ പൂളിൽ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. അവിടെയൊക്കെ കോട ഉണ്ടെങ്കിലും രാവിലെ കുറച്ച് തണുപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പൂളിലേക്ക് പോവാണ്. അപ്പോൾ വെയിൽ വരുന്നതിന് മുമ്പ് വേഗം പൂളിൽ കുളിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കിഡ്സ് ഏരിയ ആണ് കേട്ടോ. ഇത് കിഡ്സിനൊക്കെ സ്വിം ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. അവിടെ വലിയവർക്ക് വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ. അത് അവിടെ ഒരു തടാന പോലെ കിട്ടിയതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. വെള്ളത്തിൽ കളിക്കുന്ന കളികളൊക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒന്നും വിട്ടുകൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കളിയാണ് വെള്ളത്തിൽ. അപ്പോൾ ഇതാണ് കേട്ടോ വലിയ ആൾക്കാർക്കുള്ള ഒരു പൂള്. അതും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മാളോനൊക്കെ ഇങ്ങനെ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവളോട് ഇങ്ങനെ നീന്താൻ പറയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഓംകാരേശ്വർ ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ കൂർഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മടിക്കേരി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളിനി പോകുന്നത് ഓംകാരേശ്വർ ടെമ്പിളിലേക്കാണ് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെയല്ല, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഓംകാരേശ്വർ ടെമ്പിൾ കേട്ടോ. നമ്മുടെ റൂമിന് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കുളമാണ് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പോൾ കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ടുള്ളൊരു കുളമാണ് കേട്ടോ. ഇത് വലിയ കുളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ മുകളിൽ കാണുന്ന ആ ഒരു ഡോമാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇത് മുസ്ലിം പള്ളികൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഇതിലും ഒരു ഡോം ഉള്ളത്. അതാണ് കേട്ടോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ സ്റ്റെപ്പുകൾ കയറിയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ എത്തുന്നത്. അതായത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. മുകളിൽ നിന്ന് താഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ്. ദൂരെ കാണുന്നതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്ന് വരണേ ഉള്ളൂ. ഞങ്ങൾ ആ കുളമൊക്കെ ഇങ്ങനെ ചുറ്റിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചെറുതാണെങ്കിലും പക്ഷെ അത് ചുറ്റി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലുതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മളിതാ
അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പുറത്ത് പ്രദക്ഷിണം വയ്ക്കുകയാണ്. നല്ല കൂളിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.